അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മുടെ പാലക്കാട് കൊച്ചി ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡിൽ ഹൈവേയുടെ ഓരത്തായിട്ട് ഒരു 51 ഐറ്റം വെറൈറ്റി ചായ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതും ഹെൽത്തി ആയിട്ടുള്ള ചായ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ എന്താണ് UL സൈബർ പാർക്ക്. ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാം, UL സൈബർ പാർക്കിനടുത്താണ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ക്ലബ് സുലൈമാനി എന്നാണ്. ക്ലബ് സുലൈമാനി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇതാണ്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഒന്ന് ഈ സ്ഥലം ഒന്ന് വന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊരു ഇതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടി നമ്മൾ വിളിച്ചത് നമ്മുടെ സുഹൃത്താണ്. പേര് പറയും. സൂരജ്. എന്നെ വിളിക്കുന്ന ആളാണ് സൂരജ്. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ഇവിടെ വിളിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി അല്ലേ, 51 ഐറ്റം ഈ കേരളത്തിലില്ല. കേരളത്തിലെ ഏക ഒരു സ്ഥാപനമാണ്. ഇവരുടെ ബ്രാഞ്ചുകൾ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആളുകൾക്ക് ചായ കുടിക്കാൻ വന്ന് നിൽക്കുന്ന ആളുകളാണ്, പാർക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി ചായ കുടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചായ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 51 ഐറ്റം ചായയാണ് ഇവിടെ. 51 ഐറ്റം പറഞ്ഞാൽ റോസാപ്പൂ, മുല്ലപ്പൂ തുടങ്ങി എല്ലാ ഐറ്റംസും ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആണ് സംഭവം. അത് നിങ്ങൾ ഇവിടെ ഒന്ന് കുടിച്ചാലേ അതിൻ്റെ ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ചായ ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കി. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെ കാണിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ആദ്യം നോക്കിയത് തന്നെ, ഇതെന്താണ് അതിൻ്റെ പേര്? ചെമ്പരത്തി ചായ. ഭയങ്കര എന്താ അതിൻ്റെ മണമുണ്ടല്ലോ, അത് വല്ലാത്തൊരു മണമാണ്. ചെമ്പരത്തിൻ്റെ ശരിക്കും ഫ്ലേവർ നല്ലൊരു വല്ലാത്തൊരു ഫീലാണ്. ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ്. ഇത് വേറൊരു സംഭവം എന്താ പറയുക, ഇത് നമ്മൾ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടെ ഒരു ഇതുണ്ട് എന്നുള്ളതാണ്. ശരീരത്തിന് എന്താ പറയുക, ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാം നാച്ചുറലാണ്, ഒറിജിനൽ സാധനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ വരുന്നതിന് മുന്നേ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഒറിജിനൽ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകണ്ട പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിങ്ങിന് വന്നത്. കാരണം എന്താ പറയുക, നമ്മൾ ജെന്യൂനായിട്ടില്ല അല്ലാത്തൊരു സംഭവം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കില്ല. പുള്ളി ഇദ്ദേഹം എന്താ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് പരസ്യം നമുക്ക് വേണ്ട, ഒറിജിനൽ ആളുകൾ തിരഞ്ഞു വരുന്നതാണ് ഇയാൾക്കും ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു കാര്യം. അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് നാച്ചുറാലിറ്റി ഒരു ഫീൽ ചെയ്തു, ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോണത് ഇതെന്താണ് സാധനം? റോയൽ ബ്ലൂം. റോസാപ്പൂവും ഒലോങ് ടീ ലീവ്സ്. നമുക്ക് പേരൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ അതാണ് സംഭവം. നല്ല മണമുണ്ടെന്ന മണമാണ് അവിടുത്തെ ഒരു പ്രത്യേക ഒരു ആകർഷണം. അത് കഴിക്കാനല്ലോ കുഴപ്പമില്ല. സംഗതി ഉള്ളിൽ പോയി. നല്ല സൂപ്പർ സംഭവമാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും. അതെന്ത് സാധനം? ഇതെന്ത്? കശ്മീരി കവ. ഓരോരുത്തരും പേരുണ്ട്. നമ്മുടെ മെനു എന്തെന്ന് ശരിക്കും കുടിച്ചാലേ ഫീൽ. ഇതാണ് നമ്മുടെ ഇവര് തരുന്നത്. ഇതൊരു കപ്പായിട്ടാണ് തരിക. അപ്പം നമുക്ക് ഒരു 2-3 ആൾക്കല്ലേ 3 ഗ്ലാസ് കിട്ടുമോ അല്ലേ? 3 ഗ്ലാസ് 3 പേർക്ക് 4 പേർക്ക് ഷെയർ ചെയ്യാം. പിന്നെ 15 രൂപ മുതൽ നമ്മൾ സാധാരണ ഒരു കട്ടൻ ചായ 8 മുതൽ 10 രൂപയുണ്ട്. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയതുകൊണ്ട് 15 രൂപ മുതൽ 200 രൂപ വരെയാണ് ഇതിന് കോസ്റ്റ്. വലിയ കോസ്റ്റൊന്നും ആണെന്ന് തോന്നില്ല. കാരണം ഇവരൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണിത് സാധനം ഉപയോഗിക്കുന്നത് അല്ലേ. പല രാജ്യത്തെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പോൾ അവർക്ക് മുതലേണ്ടേ ഈ സ്ഥാപനം നടത്തണ്ടേ. അതിൽ സ്റ്റാഫുകൾ, ആളുകളുണ്ട്, ഓണറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 200 രൂപ വരുന്നത്. ഈ കപ്പിനാണ് കേട്ടോ 200 രൂപ. ഒരു ചായക്കല്ല കേട്ടോ, ഈ കപ്പിലെ ഈ ഒരു കപ്പിനാണ് 200 രൂപ വരെ. ഒരു 50-70 അല്ലേ, അതാണ് അവരുടെ മെനു. ആവറേജ് പ്രൈസ് 60-70 ആണ്. പക്ഷെ 15 രൂപ മുതൽ ഉണ്ട് അല്ലേ. ഇതാണ് അവരുടെ മെനു. നല്ല അടിപൊളി സംഭവം. നമ്മൾ കുറേ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട് ഇനി. ഇത് ഞാൻ അപ്പോഴും ടേസ്റ്റ് നോക്കിയല്ലോ. അതെന്ത് നീ കുടിച്ചത്? വേറെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇതെന്താണ് സാധനം? ഇതെന്താണ്? നമ്മൾ കുടിച്ചാണല്ലേ? ഇത് മഞ്ഞൾ അല്ലേ? മഞ്ഞൾ ഇട്ട ചായ. അത് അടിപൊളി സംഭവമാണ്. കാരണം എന്താ പറയുക, മഞ്ഞൾ ആരോഗ്യത്തിന് നല്ലതാണ്. ഒന്ന്, പണ്ട് കാലത്ത് ക്യാൻസർ രോഗികൾക്ക് വരെ പച്ച മഞ്ഞൾ അരച്ചു കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ. അത് ഒറിജിനൽ മഞ്ഞൾ. നല്ല മഞ്ഞളുടെ അതേ ഒരു ഫീല്, മണം. ശരിക്കും ഒറിജിനൽ മഞ്ഞൾ. നമ്മൾ മഞ്ഞൾപ്പൊടി ആ മണമില്ലേട്ടാ, ശരിക്കും മഞ്ഞളുടെ മണമാണ്. ഒന്ന് കുടിച്ച് നോക്കാം എന്താ സംഭവം നോക്കാം. ഇത് ഒരു വ്യത്യാസമായൊരു സംഭവമാണ്. നീ മഞ്ഞൾ ചായ കുടിച്ചാ?
മഞ്ഞളുണ്ട് നിൽക്ക്. മുല്ലപ്പൂടെ ജാസ്മിൻ, മുല്ലപ്പൂടെ സാധനമാണ്. ആ അത് നല്ല സംഭവം. എല്ലാം അടിപൊളി സംഭവമാണ്. വേറെ ഇതിന് മണം തന്നെ, ഇതിന് പഞ്ചസാര ഒന്നും വേണമെന്നേ ഇല്ല ശരിക്കട്ടാ. പഞ്ചസാര മധുരം വേണമെന്നില്ല. പഞ്ചസാരനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പഞ്ചസാര നമ്മളെ വെളുത്തിരിക്കുന്ന ഭക്ഷണമാണ്. വെളുത്തവരൊക്കെ ഭക്ഷണങ്ങളാണെന്നല്ല, വെളുത്ത ഒരു ഭക്ഷണമാണ് പഞ്ചസാര. പഞ്ചസാര ഇടാണ്ട് കൂടി, പഞ്ചസാര ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് പഞ്ചസാര ഇടാതെ തന്നെ. പിന്നെ വേറെ എന്തെങ്കിലും നമുക്കൊരു ചായ കൂടെ. ഇത് കുറെ പേരുള്ളതുകൊണ്ടേ ഇതെന്താണ് പീച്ച്? അത് ഇത് സംഗതി എന്താണ് അതില്? ഗ്രീൻ ടീ ലീവ്സ് അതൊക്കെ അല്ലേ? പീച്ചി ഫ്രൂട്ട്സ്, ഗ്രീൻ ടീ ഇല, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വന്നാലേ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുടിച്ചാലേ അറിയുള്ളൂ. ഒരു പ്രത്യേക ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ആകാംക്ഷ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ കുടിച്ചപ്പോണ്ടല്ലോ, ഞാൻ മിക്കവാറും കോഴിക്കോട് വരികയാണെങ്കിൽ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടേ പോകുള്ളൂ. എനിക്ക് ഫ്രീ ആയിരിക്കില്ല എപ്പോൾ വന്നാലും. എനിക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ എൻ്റെ കൂടെ വരുന്നവർക്കും ചായ കുടിക്കാട്ടാ. ഫ്രീ ഒന്നും വേണ്ട, പുള്ളി പൈസ ഒരുപാട് മുടക്കിയിട്ടാണ്. പൈസ കൊടുത്തന്നെ കുടിക്കാം. സംഗതി നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് നോക്കാണ്. അപ്പോൾ എല്ലാം ടേസ്റ്റ് നോക്കി നമ്മൾ പൂവുള്ളൂ ഇവിടെ നിന്ന്. ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും? വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്ത കട്ടൻ റെഡി ആയിട്ടുണ്ട്. ലാവൻഡർ എന്നാണ് അതിൻ്റെ പേര്. കട്ടൻ ഇതാണ്. അതിനകത്ത് അതിൻ്റെ ഫ്ലവറൊക്കെ കിടക്കുന്നതാണ്. ഇത് നമുക്കുണ്ടല്ലോ, ഇത് നമ്മുടെ ശരീരത്തിന് എന്താ തരുന്നത്? ഹാർട്ട് സംബന്ധമായി അതിനെ ഒരു ഹെൽത്തി ആക്കണ, ഒരു ഹാർട്ടിന് ലേശം പവർ കൊടുക്കുന്ന ഒരു സംഭവമാണ് ലാവൻഡർ. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കുടിക്കാം. യാതൊരു കെമിക്കലോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. നല്ല ഒരു മണവും ആ പൂവിനെ ചവയ്ക്കുമ്പോൾ ഒരു സ്വാദല്ലേ? നല്ലൊരു സ്വാദുണ്ടായിരുന്നു. സ്വാദല്ല, എന്തൊരു പ്രത്യേക ടേസ്റ്റ്. ഇതിന് മധുരം ഇട്ടില്ല അല്ലേ? മധുരം ഇല്ല കേട്ടോ. സംഭവം പൊളി. ആ പൂവൊക്കെ കഴിക്കാം. എല്ലാ സംഭവം ഇതിനകത്തുള്ളതെല്ലാം കഴിക്കാനുള്ളതാണ്. നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റും. ഇനി ഒരു ചായയും കൂടി ഉണ്ട്. ഇതെന്താണ്? ഏൾ ഗ്രേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇത് ഇവർ പറയണെന്തറിയോ, നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു സുഖം, റിലാക്സ്, ഒരു സുഖം കിട്ടുന്ന പറയണം മൈൻഡിനെ. അപ്പോൾ ഇത് ആളുകൾ ഇങ്ങനെ ചോദിച്ചു വന്ന് കുടിക്കുന്ന ഒരു ഐറ്റംസ് ആണല്ലേ? ഓക്കെ. അത് കുടിക്കുമ്പോൾ തന്നെ അറിയാട്ടാ ശരിക്കും റിലാക്സ് ആകേണ്ടത്. ഒരു പ്രത്യേക ഫീല്, നല്ല ഒരു രസം കാണാനില്ല അതിൻ്റെ ടേസ്റ്റ്. അതെന്താ ചായ? ഇത് നമുക്ക് കുടിച്ചാൽ നേരത്തെ പറഞ്ഞോ. അപ്പോൾ ഇതാണ് ഇവരുടെ മെനു. ഒന്ന് ഡീപ്പായിട്ട് എടുത്തോട് കാണിക്കാം. അപ്പോൾ ഇതിലുള്ളത് ആണ് ഇവരുടെ ഐറ്റംസ് ചായ. അതെപ്പോൾ ഒന്ന് ചോദിച്ചാൽ നമുക്കുണ്ടാവും. രാത്രി 2 മണി വരെ സ്ഥാപനം പ്രവർത്തിക്കും. എല്ലാ ദിവസവും രാത്രി 2 മണി വരെ പ്രവർത്തിക്കും. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 11 മണി മുതൽ രാത്രി 2 മണി വരെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഇപ്പുറത്താണ്. നമ്മുടെ പാലക്കാട് കൊച്ചിയൊക്കെ പോകുന്ന ആ വഴിയിലാണ്, ആ ഹൈവേയിൽ തന്നെയാണ്. ഓക്കെ. എന്താണത്? ക്ലബ് സുലൈമാനി എന്നാണ് പേര്. 51 വെറൈറ്റീസ് എന്ന് ഇവിടെ ബോർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഡിസ്പ്ലേ തന്നെ. ഇതാണ് ഇതിൻ്റെ ഓണർ. അതെ, പേര് മുഹമ്മദാണ് ഓണർ കേട്ടോ. പിന്നെ ഇദ്ദേഹമാണ് നമ്മളെവിടെ വീഡിയോ ചെയ്യാനായിട്ട് കൂട്ടിയിട്ട് വന്ന ആള്. ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. പുള്ളി ഒരു യൂട്യൂബറാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ്? ഓപ്പൺ ആയിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഇരിക്കുകയാണ് പുള്ളി. അപ്പോൾ ഓർമ്മ വെച്ചാൽ കേട്ടോ, പുള്ളിനെ എവിടെയെങ്കിലും ഫോട്ടോ കാണുമ്പോൾ ഓർമ്മ വെച്ച് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് ആയിരിക്കും പുള്ളി ചെയ്യാമെന്ന് വിചാരിക്കണം അല്ലേ? എന്തായാലും എന്ത് ചെയ്യാനും യൂട്യൂബിനകത്ത് ആളുകൾക്ക് ഉപകാരമുള്ളത് ചെയ്യണം കേട്ടോളെ. വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് അല്ല, എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു സംഭവങ്ങൾ ചെയ്യാം. വിജയം ഉറപ്പാണ്. വിജയം ഉറപ്പായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് മേക്കിംഗ് അത് വലിയ പണിയൊന്നുമില്ല. നമ്മൾ ചുടുവെള്ളത്തിൽ മേക്ക് ചെയ്യാനല്ലേ? അതെ എന്തായാലും നമുക്ക് നോക്കാം, നേരിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ മേക്കിംഗ് പരിപാടി ഇതാണ്. ഒരു ചെമ്പിൻ്റെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ചെമ്പിൻ്റെ ചട്ടിയില്ല, പഴയ ഒരു അല്ലേ? അതെ.
ഓക്കെ, ഒരു ചായ ഇട്ട് ഈടി നമുക്ക് നോക്കാം. മുല്ലപ്പൊടി, അതെ മുല്ലപ്പൊടി. പഞ്ചസാര ഇടുന്നുണ്ട് അല്പം, പഞ്ചസാര ഇല്ലാതെ. ചിലവർ പഞ്ചസാര ചോദിക്കും, അതാണല്ലേ. ഓക്കെ. പക്ഷെ പഞ്ചസാര ഇല്ലാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ? പക്ഷെ അതെ, പഞ്ചസാര ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനത്തിട്ട്, നല്ല ഒരു സുഖം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കാണിക്കാം. അതാണ് മുല്ലപ്പൂവും, അതുപോലെ അതിന്റെ എന്താ വേറെന്താണ് സംഭവം? ഗ്രീൻ ടീ വിത്ത് മിക്സ് ആണ്. ഇതാണ് നമ്മുടെ കപ്പില് ചായ. പറയാനല്ലേ. ഓക്കെ, ഇത് മിക്സ് ചെയ്യാം. ഓക്കെ, കളർ ഇങ്ങനെ ഒന്ന് മാറി വരും അല്ലേ? ഓക്കെ, അത് മുല്ലപ്പൂവൊക്കെ അതിൽ പാറി കിടക്കണ്ടല്ലേ? ഓക്കെ, ആ കപ്പം തരുന്ന അവിടെ അടുത്ത് വെച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. മുല്ലപ്പൂ വരെ ഉണ്ട് അതിനകത്ത്. പക്ഷെ ആ പൂവൊക്കെ തിന്നുമ്പോൾ നല്ല രസമുണ്ട്. ഈ ചായൻ്റെ കൂടെ കഴിക്കുമ്പോഴേ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് സംഭവം. പിന്നെ വേറെ എന്താ സംഭവം? ഇതൊന്നും പരിപാടി? എഗ് കബാബാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ്. അതെ. ഫ്രൈഡ്. ഓക്കെ. ഇതെന്താണ്? ബനാന നെസ്റ്റ് അല്ലേ? ഒരു മറ്റേ നമ്മുടെ സേമിയൊക്കെ അതിന് മുകളിലുള്ള. ഓക്കെ. അല്ല, എനിക്ക് വേണം. ഞാൻ മധുരം കഴിക്കാറില്ല, അധികം കഴിക്കാറില്ല. അപ്പൊ ഇതെന്താ ചായ? ഇവിടെ നോക്ക് ചായ. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വെറൈറ്റി. ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. അത് കുറച്ച്. അതെ. ഓക്കെ, ഇതാണ് അവരുടെ പ്രത്യേക കളറുകൾ മാത്രം ഇവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളി സംഭവമാണ്. മതി, ഇനി മതി ചായ. അവര് കുറെ ഉണ്ട്, എല്ലാം മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ സംഭവം. അതെ, 51 ചായ ഉണ്ട്. അത് മേക്ക് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്യണം. കാരണം എന്താ പറയുക, ഇതൊരു വെറൈറ്റിയാണ്, എല്ലാവരും അറിയട്ടെ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.